ഗുഡ് മോർണിംഗ് സാർ. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ സാറിൻ്റെ ക്ലാസ്സിൽ കയറിയത്. സാറിൻ്റെ ക്ലാസ്സിൽ കയറുന്നതിന് മുന്നേ ഭയങ്കരമായ മാനസിക ബുദ്ധിമുട്ടുകളായിരുന്നു എനിക്ക്. ഭയങ്കരമായ മാനസിക ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ എന്തിനാ അങ്ങനെ ജീവിക്കണമെന്ന് വരെ തോന്നിയിട്ടുണ്ട്. അത് അറിയുന്നത് കൊണ്ടാണ് എൻ്റെ ഫ്രണ്ട് എന്നെ ഇങ്ങനെ ഒരു ക്ലാസ്സിൽ കയറ്റിയത്. സാറിൻ്റെ അവൾക്കറിയാം എൻ്റെ മാനസികാവസ്ഥ, അപ്പം അതുകൊണ്ടാണ് ഞാൻ സാറിൻ്റെ ക്ലാസ്സിൽ കയറിയത്. അതെന്തായാലും പഠിച്ചവൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. കാരണം എനിക്ക് സാറിൻ്റെ ആത്മാർത്ഥത അതേ ഡേറ്റിലേക്ക് ഞങ്ങളുടെ ഹൗസ് വാമിംഗ് ഡേറ്റ് ഞങ്ങൾക്ക് സെറ്റ് വന്നു. അതെ, ആ ഡേറ്റിലേക്ക് എങ്ങനെയൊക്കെ ഏതൊക്കെയോ അറിയില്ല, ആ ഡേറ്റിലേക്ക് ഞങ്ങൾ ഫിക്സ് ചെയ്തു. പിന്നെ ഒരു 1 വീക്കിന് വേണ്ടിയിട്ട് ഞങ്ങൾ അത് മാറ്റി. ഡിസംബർ 3 ഞങ്ങൾ അൽഹംദുലില്ലാഹ് ദൈവത്തിന്റെ അപാരമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് ഫസ്റ്റ് എഴുതിയത് അൽഹംദുലില്ലാഹ്. ഇപ്പതാ ഞങ്ങൾ അതിലെത്തി. എഴുതിയ അഫർമേഷന് ഒരു ഡയറി ഫുള്ളായിട്ട് അഫർമേഷൻസ് ആണ്. രാവിലെ എഴുന്നേറ്റ് ഉടനെ മെഡിറ്റേഷൻ കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ചെയ്തു. ഒരു 10 നന്ദി വാക്ക്, ഒരു 10 എണ്ണം. അത്രയല്ലേ സാറ് പറഞ്ഞ പോലെ. അങ്ങനെ നമ്മൾ അത് എഴുതണമെന്നോ ചെയ്യണമെന്നോ പിന്നെ അഫർമേഷൻ എഴുതിയത് എന്റെ വീട് പണി പൂർത്തീകരിക്കുന്നതിനുള്ള പണം പല വ്യക്തികളിലൂടെ, പല സന്ദർഭങ്ങളിലൂടെ, സാഹചര്യങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നു. അത് അതേപോലെ എത്തി അൽഹംദുലില്ലാഹ്. എങ്ങനെയൊക്കെ എന്തൊക്കെയോ അറിയില്ല, ഒക്കെ റെഡിയായി. പിന്നെ രണ്ടാമത് എഴുതിയിട്ടുണ്ടായിരുന്നു, അതാണ് എനിക്ക് ഇപ്പൊ അത്ഭുതം. രണ്ടാമത് എഴുതിയിട്ട് ഞാനും മകനൊരു ബൈക്ക് വേണമെന്നുള്ളത് ഇതിൽ രണ്ടാമത് എഴുതിയിട്ട് 2024 ഫെബ്രുവരിയിലാണ്. അപ്പൊ വീട് കയറിയിട്ട് നമുക്ക് എന്തായാലും ഇപ്പം അതെന്തായാലും വാങ്ങിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഇതാണ്. കാരണം തിരിമറി ചെയ്ത് നമ്മൾ കുറെ കാശ് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ തിരിമറി ചെയ്തിട്ടുണ്ട്. അതിപ്പോ തിരിച്ചിങ്ങനെ കൊടുക്കുന്ന എന്തിനാണ്. അപ്പൊ അതിന്റെ ഇടയിൽ എന്തായാലും ബൈക്ക് വാങ്ങിക്കാൻ പറ്റില്ല എന്നുള്ളൊരു മൈൻഡായിരുന്നു. അപ്പൊ മോന് ഞാൻ എഴുതിയ ടൈമിലും അടുത്തുണ്ടായിരുന്നു. അന്ന് എഴുതുമ്പോൾ 29th October 2023 അന്നപ്പോ മോനും ഉണ്ടാക്കിയിട്ട് ഒരു ആക്കിയ ചിരി ഉണ്ടായിരുന്നു. ഇപ്പൊ ലാസ്റ്റ് വീക്ക് അല്ല, അതിന്റെ മുന്നത്തെ വീക്ക് എന്റെ അടുത്ത് വന്നിട്ട് ഉമ്മച്ചിയെ തേർഡ് ബ്രദറിന്റെ കയ്യിൽ 2 വണ്ടി ഉണ്ട്. അവനെപ്പോഴും ഒരു വണ്ടി എക്സ്ട്രാ കീപ്പ് ചെയ്യും. ഗൾഫിൽ നിന്ന് ആരെങ്കിലും ഫാമിലി മെമ്പേഴ്സ് വന്നാലും അവർ റെന്റ് എടുക്കുന്നതിന് പകരം അവരത് ആ വണ്ടി ഇങ്ങനെ വരുന്നവർക്ക് കൊടുക്കാറാണ്. ഇപ്പൊ 2 ആഴ്ച മുന്നേ ഉമ്മച്ചിയെ അതെ മാമ പറഞ്ഞു ആ വണ്ടി നിന്റെ പേരിലാക്കിക്കോ, ബൈക്ക് നിന്റെ പേരിലാക്കിക്കോട്ടെ. അപ്പൊ ഫെബ്രുവരിയിൽ നമ്മൾ എഴുതി വെച്ച അതേ ഡേറ്റില് ഫെബ്രുവരിയിൽ മകന് ബൈക്ക് പുതിയതല്ലെങ്കിലും വണ്ടി കിട്ടുന്നുള്ളതിന്റെ സൂചന കിട്ടി. അങ്ങനെ അൽഹംദുലില്ലാഹ് അങ്ങനെ പോകുന്നുണ്ട് ഓരോരോ കാര്യങ്ങള്. സെറ്റ് ചെയ്ത് വെച്ചത് അത് 1 by 1 ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മള് കുറെ എഫേർട്ട്, അതെന്താ പറയാ, ഇപ്പൊ സാറ് പറഞ്ഞ പോലെ അതിനായിട്ട് ഇരിക്കാനും ഒന്നാമത് ഇപ്പൊ ടൈം കിട്ടില്ല. ഇപ്പൊ ഇന്നലെ ക്ലാസ്സിൽ ഇരിക്കാതെ തന്നെ ആനുവൽ ഡേ ആയിരുന്നു. റിപ്പബ്ലിക് ഡേക്ക് ഹോളിഡേ ഉണ്ടായിരുന്നില്ല, സൺഡേ ഹോളിഡേ ഉണ്ടായിരുന്നില്ല. ഫുൾ സ്കൂളിലും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അപ്പൊ നമ്മളൊന്നും ചെയ്യുന്നൊന്നുമില്ല, ഇങ്ങനെ ക്ലാസ്സിൽ വേഗം ഓടി വന്നിരിക്കും. മൈൻഡ് ഫുള്ളും ഇതാണ് അഫർമേഷനും ഗോൾ സെറ്റ് ചെയ്ത് വെച്ച കാർഡ്സ് ഇടയ്ക്കെടുത്ത് സമയം കിട്ടുമ്പോ ആ കാർഡ്സ് എടുത്ത് നോക്കും, റീഡും. പിന്നെ ജസ്റ്റ് സ്ക്രീൻഷോട്ട് ആക്കിയിട്ട് വാൾ പേപ്പർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മള് ഇതിന്റെ ക്യാഷിന്റെ കാര്യങ്ങൾ ഇതൊക്കെ അങ്ങനെയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ആ ഗോൾ കാർഡൊക്കെ തന്നെ ഡെയിലി നോക്കാനൊന്നും സമയം കിട്ടാറില്ല. സമയം കിട്ടുമ്പോൾ എടുത്ത് നോക്കും. പിന്നെ പേഴ്സിൽ സാറ് പറഞ്ഞ പോലെ വെച്ചിട്ട് അത് സ്കൂളിൽ നിന്ന് എങ്ങനെയെങ്കിലും നമ്മൾ ടാബ്ലറ്റ്സ് കഴിക്കുന്ന പോലെ അത് മുടങ്ങാണ്ട് ചെയ്യും. അങ്ങനെയൊക്കെ ഇതൊക്കെ ഇട്ട് കൊടുത്താലും അൽഹംദുലില്ലാഹ് ഓരോ കാര്യങ്ങളും ഭംഗി. പിന്നെ അതിലും വലുത് പറയാതിരിക്കാൻ പറ്റില്ല, വീട് ഞങ്ങള് എന്താ പറയാ, നമ്മള് വീട് കയറുക, അത്യാവശ്യം സാധനങ്ങള് റെഡിയാണ്. പക്ഷെ ഞങ്ങള് വീട് കയറുന്നെന്ന് നമ്മള് കയറി സിറ്റ് ഔട്ട് മുതല് താഴത്തെ 2 റൂം, മേലത്തെ 2 റൂം, താഴത്തെ ഹാള്, മേലത്തെ ഹാള്, കിച്ചൺ, ഫുൾ പുതിയ ഫർണിച്ചർ എല്ലായിടത്തും. ഒന്ന് നമ്മൾ വിചാരിക്കാത്തതിലും കൂടുതലായിട്ട് നമ്മൾ പഴയ ഫർണിച്ചർ അവിടെ അങ്ങനെ തന്നെ ഇരിക്കുന്നായിരുന്നു. അത് നമ്മള് വീട് താമസിക്കാൻ പുതിയ വീട് കയറണമെന്ന് ഈ വീട്ടില് ഒരൊറ്റ പഴയ ഫർണിച്ചർ ഇല്ല, ഫുൾ
പുതിയ ഫർണിച്ചർ, അത് എല്ലാ റൂമും ഫുള്ളായിട്ട് എല്ലാ കബോർഡും കട്ടിലും കാര്യങ്ങളും എല്ലാ കിച്ചൺ ഐറ്റംസും ഒക്കെ പഴയത് അത്യാവശ്യം നല്ല ഉപയോഗിക്കാൻ പറ്റിയത് തന്നെ. പക്ഷെ എല്ലാവരും അത് വേണ്ട, അത് ഇതില്ല, അങ്ങനെ ഗിഫ്റ്റായിട്ടും ഞങ്ങൾ വാങ്ങിച്ചതായിട്ടും അത് താങ്ക് ഗോഡ് താങ്ക് ഗോഡ് താങ്ക് ഗോഡ്. അൽഹംദുലില്ലാ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഹായ്, ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ 6 മാസം കൊണ്ട് ശ്രമിക്കുന്ന ഒരു കാര്യം, എൻ്റെ എക്സാമിൻ്റെ കാര്യം, എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ, എക്സാമിൻ്റെ കാര്യമായിരുന്നു. അത് ലോ ഓഫ് അട്രാക്ഷനിലൂടെ എൻ്റെ ആ കാര്യം നടന്നു. സാറ് പറഞ്ഞതുപോലെ കുറേ ഇൻസ്ട്രക്ഷനൊക്കെ പറഞ്ഞു തന്നായിരുന്നു 111-ൻ്റെ. അപ്പം അത് ഞാൻ സാർ എന്നിട്ട് പറഞ്ഞു ആ ഗ്രാറ്റിറ്റ്യൂഡും അഫർമേഷനും മുടങ്ങാതെ ചെയ്യണമെന്ന്. അതേപോലെ ഞാനത് ചെയ്തു. ഏപ്രിൽ മാസത്തിൽ തന്നെ കിട്ടണം എന്നുള്ള രീതിയിലുള്ള ഗ്രാറ്റിറ്റ്യൂഡും അഫർമേഷനും കൊടുത്ത് അൽഹംദുലില്ലാ അതേ കണക്ക് തന്നെ സംഭവിച്ചു. ഏപ്രിൽ മാസത്തിൽ തന്നെ നടക്കുകയാണ്. എക്സാം ഡേറ്റ് വന്നു, കൺഫർമേഷനും കിട്ടി. ഇന്ന് ഞാൻ വളരെ സന്തോഷവതിയാണ്. ഗുഡ് ഈവനിങ് എവരിവൺ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഓഫീസിൽ വന്ന ഇച്ചിരി അതിലിട്ട് ഒന്ന് ഫ്രഷ് ആവാൻ കയറിയതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ഇന്നത്തെ സമയം തുടങ്ങാം. ആൾക്കാർ വരുന്നവർ ജോയിൻ ചെയ്യട്ടെ. ബാക്കി നമുക്ക് റെക്കോർഡിംഗ് ഷെയർ ചെയ്ത് കൊടുക്കാം. എല്ലാ ദിവസവും റെക്കോർഡിംഗ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനി തുടരാം. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ടു ജേണി ടു ഹാപ്പിനെസ്, അല്ല സോറി, ഹാപ്പിനെസ് മാസ്റ്ററി ഹബ്ബ്. നമ്മൾ ആ കോഴ്സ് അത് തന്നെ പറഞ്ഞിട്ട് ജേണി ടു ഹാപ്പിനെസ് നമ്മുടെ ഓട്ടോ സജഷനിൽ വന്ന കാര്യമാണ്. എപ്പോഴും അതേ പറയുള്ളൂ. കാരണം നമുക്ക് ആഗ്രഹമുള്ളത് എപ്പോഴും ഹാപ്പിനെസ്സിലേക്ക് എങ്ങനെ എത്തും, ഹാപ്പിനെസ് എങ്ങനെ നിലനിർത്തും എന്നുള്ളതാണ്. അത് ഹാപ്പിനെസ് മാസ്റ്ററിയുടെ ഹബ്ബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോസിറ്റീവ് തിങ്കിങ്ങിലൂടെ, പോസിറ്റീവ് പരിശീലനത്തിലൂടെ, പോസിറ്റീവ് നിലനിർത്തുന്നതിലൂടെ എങ്ങനെ നമ്മുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യം, ജീവിതത്തിനെ നന്നായി കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള മാനിഫെസ്റ്റേഷനിലാണ് നമ്മൾ. മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് ഇന്നലെ നിങ്ങളെല്ലാവരും പഠിച്ചു. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായി അറിയുന്നുണ്ട്. നിങ്ങൾ മാക്സിമം ഇത്തരം ഈ ക്ലാസ്സുകൾ ഞാൻ ഇന്നലെ പറഞ്ഞു, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് നൽകുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് പരസ്പരം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് നൽകാം, ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്ലാസ് ആർക്കെങ്കിലും ഗുണകരമാകുമെന്ന് കരുതുന്നുണ്ട്. നിങ്ങൾ ഈ ലിങ്കുകൾ ആൾക്കാർക്ക് ഷെയർ ചെയ്യുക, മാക്സിമം ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എന്തെങ്കിലും അവർക്കെല്ലാം ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഒബ്വിയസ്ലി ആയിട്ട് അവരെ ഒരു നന്ദി നിങ്ങൾക്കും ഉണ്ടാകും. ആ നന്ദിയിലൂടെ നിങ്ങൾക്കും ബെനിഫിറ്റുകൾ ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. ഞാനതുപോലെ ബന്ധപ്പെട്ട ഒരു ചെറിയൊരു എനിക്ക് ഇതിനു മുമ്പ് ഒരു പുസ്തകം എഴുതാനായിട്ട് ഞാൻ എൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് എഴുതി വെച്ചു. കുറച്ച് എഴുതിയിരുന്നു. അതിപ്പോൾ ഞാനിങ്ങനെ വണ്ടി ഓടിച്ചു വന്നപ്പോൾ വീണ്ടും ഓർത്തത് കുറച്ച് മുമ്പേ എഴുതിയതാണ്. ദൈവം മനുഷ്യനോട് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട്. ദൈവവും മനുഷ്യനും തമ്മിൽ ആദ്യകാലത്ത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് കുറേ കണ്ടീഷനിലൂടെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. സൃഷ്ടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവം മനുഷ്യനും തമ്മിലുള്ള ഒരു സംവാദത്തിൽ ദൈവം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ വെച്ചാൽ മാത്രം ദൈവം എന്ന് പറയുന്നത് നമ്മുടെ തന്നെ സൃഷ്ടിയാണെന്നുള്ളത് മറക്കരുത്. അതിനപ്പുറത്തേക്ക് ചിന്തകളുള്ളവരോട് ഞാൻ പറയും, അല്ല, ദൈവം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ സൃഷ്ടിയാണ്. കാരണം മനുഷ്യൻ്റെ മനസ്സിന് പ്രത്യേകതയുണ്ട്. അവൻ എവിടെയെങ്കിലുമൊക്കെ അള്ളിപ്പിടിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മൾ ഈ പല്ലിയെയും മൂന്തിനെയൊക്കെ കണ്ടിട്ടില്ലേ? അതുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് ആലോചിച്ച് നോക്കുക. അതിനെവിടെയെങ്കിലുമൊക്കെ പിടിച്ചാൽ മാത്രമേ അതിന് പോകാൻ പറ്റുള്ളൂ. അതിൻ്റെ കാലുകൾക്കൊക്കെ അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മനുഷ്യനും അങ്ങനെ തന്നെയാണ്. ഭൂമിയില്ലെങ്കിൽ, ഭൂമിയിൽ കാല് വെക്കാൻ പറ്റിയില്ലെങ്കിൽ അവന് നിൽക്കാൻ പറ്റില്ല. അപ്പം അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് എവിടെയെങ്കിലും ഒരു സ്ഥാനത്ത് കണക്ട് ചെയ്ത് വെക്കണം. ആ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സൃഷ്ടിച്ചെടുത്തൊരു സംഭവമാണ് ദൈവം എന്ന് പറയുന്നത്. അത് സൃഷ്ടിച്ചെന്നല്ല, ദൈവം അതിற்கு മേലെയാണ്. പക്ഷെ അവൻ്റെ ഭാവനയിൽ അവനെ കണക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ദൈവത്തിന് അത്രയും ശക്തിയുണ്ട്. കാരണം നമ്മളെ കണക്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ കേന്ദ്ര ബിന്ദുവാണത്. ആ ബിന്ദുവിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള സംസാരത്തിൽ ദൈവം പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊരു ഞാനൊരു ക്ലാസ് ആയിട്ട് തന്നെ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, സിമ്പിളാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ വന്നിരിക്കുന്ന ആളും ഇടയ്ക്ക് എല്ലാ ദിവസവും വരുന്ന ഇടയ്ക്ക് വരാത്തവരോടും ഒക്കെ ആയിട്ട് പറയാനുള്ള കാര്യം വെച്ചാൽ, നമ്മൾ സാധാരണ മലയാളത്തിൽ പറയും താൻ പാതി ദൈവം പാതി എന്ന്. എല്ലാത്തിനും നമ്മൾ പറയണം എല്ലാ കാര്യങ്ങളും നമ്മൾ മാത്രം വിചാരിച്ചാൽ നടക്കില്ല, ദൈവം വിചാരിക്കണം എന്ന് പറയുന്ന ഒരു പക്ഷവും, മറ്റൊരു പക്ഷം പറയും ദൈവം ഒന്നും തരുന്നില്ല, ദൈവം തന്നിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു പോയേനെ, ദൈവം എനിക്കൊന്നും സംഭവിച്ചില്ല എന്ന് പറയുന്ന ഒരു പക്ഷവുമുണ്ട്. അപ്പോൾ രണ്ടാമത്തെ പക്ഷത്തോടാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ദൈവം നിങ്ങൾക്ക് എല്ലാം തരുന്നുണ്ട്. പക്ഷെ അത് തരണമെങ്കിൽ നിങ്ങളൊരു കാര്യം ആലോചിക്കുക. നടക്കാൻ തുടങ്ങണമെങ്കിൽ ആദ്യത്തെ ഒരു കാല് നിങ്ങൾ വെച്ചാൽ മാത്രമേ അടുത്ത കാലിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ.
ഒന്നാമത്തെ കാല് മുന്നോട്ട് വെച്ചാൽ രണ്ടാമത്തെ കാല് ഓട്ടോമാറ്റിക്കായിട്ടും മുന്നോട്ട് പോകും. നമ്മൾ നടക്കുന്ന കാര്യം ആലോചിച്ച് നോക്കുക. ആദ്യത്തെ കാല് മുന്നോട്ട് വെച്ചാൽ മാത്രമേ രണ്ടാമത്തെ കാലിന് പിന്നെ അവിടെ പോകാൻ പറ്റത്തുള്ളൂ, അല്ലേ? അത് ലെഫ്റ്റ് ആയാലും റൈറ്റ് ആയാലും നിങ്ങൾ ഓരോ ആളുടെ ചോയ്സ് വെച്ചാൽ. അധികം ആൾക്കാരും റൈറ്റ് ലെഗ് അല്ലേ എടുത്ത് നോക്കാം, ലെഫ്റ്റ് ലെഗാണ്. ഓക്കെ, അപ്പോൾ അത് മറക്കാതിരിക്കുക. അത് പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്ക് മാറ്റം വേണമെങ്കിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് ചെയ്യേണ്ടത് അവനവൻ തന്നെയാണ്. നമ്മൾ ഒരു സ്റ്റെപ്പ് ചെയ്തു കഴിഞ്ഞാൽ ദൈവം 2 സ്റ്റെപ്പ് നമുക്ക് നൽകും. നമ്മൾ ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ യൂണിവേഴ്സ് 2 ആക്ഷൻ നമുക്ക് വേണ്ടി എടുക്കും. അപ്പോൾ നമുക്ക് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ നമ്മൾ പരിതപിക്കരുത്. പരിതപിച്ചാൽ ഒന്നും നടക്കില്ല. കടയിൽ പോയി സാമ്പാറിന് മിക്സ് മേടിച്ചു കൊണ്ടിരുന്നിട്ട് വെറുതെ വെച്ച് കഴിഞ്ഞാൽ സാമ്പാർ ആവില്ല. അതിന് ചേർക്കേണ്ട വിധത്തിൽ ചേർത്ത് വേവിച്ചെടുത്താൽ മാത്രമേ സാമ്പാർ ആവുള്ളൂ എന്നുള്ള തത്വം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനെയൊക്കെ പാകപ്പെടുത്തി നമ്മുടെ മനസ്സ് സാമ്പാറാക്കി തരുന്ന രീതിയിൽ നമുക്ക് നല്ല ഔട്ട്പുട്ട് ഉണ്ടാക്കി തരും. അതിനുവേണ്ടി സ്റ്റെപ്പുകൾ നമ്മൾ തന്നെ എടുക്കണം. അതെടുക്കാത്തവർ ഇരുന്ന് പരിതപിക്കരുത് എന്ന് മാത്രമാണ് ഇന്നത്തെ ദിവസത്തിൽ ഈ സന്ധ്യയിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ അത് തത്തുല്യമായ ഒരു കാര്യമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാനിഫെസ്റ്റേഷൻ എന്താണ്, എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഗുണം എന്താണ്. 1-2 ദിവസം പറഞ്ഞു. 3-ാമത്തെ ദിവസം നമ്മൾ മാനിഫെസ്റ്റേഷനിലെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള മെത്തേഡ്സുകൾ പഠിക്കുന്നുണ്ട്. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള അടുത്ത 5 മെത്തേഡുകളാണ് പറയുന്നത്. അപ്പോൾ അതുമായി പ്രാരംഭത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെയുള്ള കോഴ്സുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാം. നമ്മൾ 15-ാം തീയതി ലോ ഓഫ് അട്രാക്ഷൻ്റെ ക്ലാസ്സും അതുപോലെ തന്നെ ജേർണി ടു ഹാപ്പിനെസ് എന്ന് പറയുന്ന നമ്മളെ പ്യൂരിഫൈ ചെയ്യുന്ന, നമ്മളെ ബെനിഫിറ്റ്, നമ്മളാക്കി നിലനിർത്തുന്ന, നമ്മൾ എന്താണ് എന്ന് നമ്മളെ മനസ്സിലാക്കുന്ന ഒരു കോഴ്സും കൂടി നമ്മൾ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഒന്ന് രാവിലെ ഒന്ന് വൈകിട്ടായിരിക്കും. നിങ്ങൾക്ക് ചേരാൻ ഇപ്പോൾ ഇതിൽ വന്നവർക്ക് നിലവിലുള്ള ആൾക്കാരുണ്ട്, പുതിയ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് വരുന്നവർക്ക് ചേരാവുന്നതാണ്. ഇനി കുറച്ച് ലിമിറ്റഡ് സീറ്റുകൾ മാത്രമേ ഉള്ളൂ. ആൾക്കാർ ചേരാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്, ഓഫ്ലൈൻ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അത് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. കാരണം നിങ്ങൾക്ക് മാറാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ആരെയും നിർബന്ധിച്ചൊന്നുമില്ല. നിങ്ങൾ അതുകൊണ്ട് ക്ലാസ്സിൽ എനിക്ക് പേയ്മെൻറ്റ് തന്നത് മാത്രം ആരെങ്കിലും മാറും എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ അത് നടക്കില്ല. പ്രാക്ടീസ് നിങ്ങൾ തന്നെ ചെയ്യണം. എനിക്കിതുപോലെ പറഞ്ഞു തരാൻ മാത്രമേ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ബ്ലെസ് ചെയ്യാനും നിങ്ങളെ ഹീൽ ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും എന്നെ കൊണ്ട് പറ്റും. അത്രമാത്രമാണ് പറ്റുക. അതുകൊണ്ട് നമ്മൾ നിലനിർത്തി പോവുക. അപ്പോൾ നിങ്ങൾ അതുമായി താല്പര്യപ്പെട്ട് എല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് തന്നെ ഇപ്പോൾ കുറേ ആൾക്കാർ ജോയിൻ ചെയ്തു. ബാക്കിയുള്ളവരും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എന്തെങ്കിലും ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടോ? ഫസ്റ്റ് ഒരു 2 മിനിറ്റ് സമയം തരാം. ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. അവസാനവും ആദ്യം ഒരു 5 മിനിറ്റ് സമയം ഞാൻ തരുന്നുണ്ട്. ക്ലാസ്സിന് മുമ്പ് പറ്റി എന്തെങ്കിലും ഡൗട്ടുകളോ ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ചോദിക്കാം. അൺമ്യൂട്ട് ചെയ്തോളൂ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം അൺമ്യൂട്ട് ചെയ്തോളൂ. ഇല്ലല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞ 5 പോയിന്റുകൾ ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും? ബാരി സാർ ഇന്നലത്തെ 5 പോയിന്റുകൾ ഓർമ്മയുണ്ടല്ലോ സാർ? ബാരി സാർ ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ സാർ? ക്വിക്കായിട്ട് പോയിന്റ്സ് മാത്രം പറയാം സാറേ. അതില് ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞത് ലോ ഓഫ് അഫർമേഷൻ. അത് നമ്മൾ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ദിവസം ഒരു 10 മിനിറ്റ് 15 മിനിറ്റെങ്കിലും നമ്മൾ അഫർമേഷൻ ചെയ്യണം. അതുപോലെ വിഷ്വലൈസേഷൻ 2-ാമത്തെ ടെക്നിക്കാണ് വിഷ്വലൈസേഷൻ. സാറിന്റെ ക്ലാസ്സിൽ കയറിയവർക്ക് അറിയാം. അത് നമ്മൾ അവിടെ വെച്ച് തന്നെ ജയിച്ച് വിഷ്വലൈസേഷൻ ടെക്നിക്ക് വളരെ എഫക്റ്റീവായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ നമ്മുടെ ക്രിയേറ്റിംഗ് വിഷൻ ബോർഡും അതുപോലെ നമ്മൾ തയ്യാറാക്കിയിട്ട് നമ്മൾ കാണുന്ന സ്ഥലത്ത് തന്നെ വെച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഗോൾ സെറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ് വിഷൻ ബോർഡ്. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനം. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ സാർ ഒരെണ്ണം കൂടെ പറഞ്ഞ ലോ ഓഫ് അട്രാക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അതായിത്തീരാൻ സാധിക്കും എന്നുള്ളതാണ്. അതിൻ്റെ കുറേ കാര്യങ്ങൾ സാർ വിശദമായിട്ട് സംസാരിക്കും. ക്ലാസ്സിൽ കുറച്ചുകൂടെ നന്നായിട്ട് സാർ ഇത് കൈകാര്യം ചെയ്യുന്നതാണ്. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. 1-ാമത്തെ പോയിന്റ് ലോ ഓഫ് അട്രാക്ഷൻ, 2-ാമത്തെ പോയിന്റ് വിഷ്വലൈസേഷൻ, 3-ാമത്തെ അഫർമേഷൻ, 4-ാമത്തെ വിഷൻ ബോർഡ്, 5 ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. ഇത് 5ഉം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏതാണ് ബെറ്റർ ഏതാണ് ഇതൊന്നും പറയാൻ പറ്റില്ല.
1, 2, 3 ലേബൽ ചെയ്യുന്നത് മാത്രമാണ്, പക്ഷെ എല്ലാം പെർഫെക്റ്റ് ആണ്. ഇതെല്ലാം ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും നമ്മൾ. ഇന്ന് നമ്മൾ 6ാമത്തെ പോയിന്റ് എഴുതി വെച്ചോളുക. എഴുതി വെക്കേണ്ട ഒരു പോയിന്റാണ്, എഴുതിക്കൊണ്ടേയിരിക്കേണ്ട പോയിന്റാണ്. 6ാമത്തെ പോയിന്റ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നതാണ്. സ്ക്രിപ്റ്റിംഗ് ഇതെല്ലാം നിരന്തരം പ്രാക്ടീസ് ചെയ്യുന്ന സാധനമാണ്. നിങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്ത് ഇതുവരെ പഠിച്ചവരൊക്കെ പ്രാക്ടീസ് ചെയ്ത്. സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ റൈറ്റിംഗ് ഔട്ട് യുവർ ഗോൾ ആൻഡ് ഡ്രീംസ് ആസ് ഇഫ് ദേ ഹാവ് ഓൾറെഡി ഹാപ്പൻഡ് എന്നുള്ളതാണ്. നമ്മളുടെ ആഗ്രഹങ്ങളും ഗോളുകളും എഴുതി തയ്യാറാക്കുക. എങ്ങനെ എഴുതണം? അത് സംഭവിച്ചതുപോലെ നമ്മൾ എഴുതണം. ഇത് പറയുമ്പോൾ സ്ക്രിപ്റ്റിംഗ് നിങ്ങൾക്ക് തോന്നും ഇത് വെറുതെ ഒരു സംഭവം എഴുതുക എന്നല്ല. സ്ക്രിപ്റ്റിംഗിന് തന്നെ നല്ല ഒരു വോൾ കോഴ്സ് തന്നെ ഉണ്ട്. സ്ക്രിപ്റ്റിംഗ് ശരിക്കും അറിയണം. അത് ടെൻസും വേർഡുകളും ഒക്കെ നന്നായിട്ട് അറിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ 100% വർക്ക് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ റൈറ്റിംഗ് ഔട്ട് യുവർ ഗോൾസ് ആൻഡ് ഡ്രീംസ് ആസ് ഇഫ് ദേ ആർ ഓൾറെഡി ഹാപ്പൻഡ് എന്നുള്ളതാണ്. ഇതെന്ത് ചെയ്യുന്നു? ഇറ്റ്സ് ഹെൽപ്പ് യു ടു ക്ലാരിഫൈ ക്ലാരിഫൈ യുവർ ഇന്റൻഷൻ ആൻഡ് റീഇൻഫോഴ്സ് യുവർ ബെനിഫിറ്റ്സ്. ഇതെന്ന് എങ്ങനെ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു സംഭവത്തെ എല്ലാവർക്കും അറിയാലോ, നമ്മൾ വായിക്കാറുണ്ട്, പറയാറുണ്ട്, കാണാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മുടെ ഏതെങ്കിലും ഒരു സാധനത്തിൽ എഴുതി അത്രയും പവർഫുൾ ആയിട്ട് എന്തെങ്കിലും ഒന്ന് നിങ്ങളടുത്ത് വർക്ക് ചെയ്യാറുണ്ടോ? എഴുതി സ്കൂളിൽ പഠിക്കുമ്പോൾ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ വൈഹാട്ടൊക്കെ ചെയ്യാൻ ശ്രമിക്കും, ഒരുപാട് ചെയ്യും. പക്ഷെ എഴുതി പഠിച്ചത്രയും പവർഫുൾ ആയിട്ട് ഒന്നും നമ്മുടെ മനസ്സിലുണ്ടാവില്ല അല്ലേ? ഏറ്റവും കൂടുതൽ ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെയാണ്. ചില ആൾക്ക് അങ്ങനെയല്ല. ചില ആളുടെ വ്യത്യാസം വെച്ച് ചിലവർക്ക് എഴുതാൻ പറ്റില്ല, ചിലവർക്ക് കേട്ടാൽ മതി, കരസ്റ്റിക്ക്, അങ്ങനെ കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട് ആൾക്കാരുടെ. അത് നോക്കണ്ട. നമുക്ക് നോർമലായിട്ട് എഴുതുന്ന അത്രയും പവർഫുൾ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഇതെല്ലാം പ്രാക്ടീസ് ചെയ്തിരുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ടാണ് അവർ ഒന്നിച്ച് ചെയ്യുന്നത്. ഇതുകൊണ്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ എഴുതുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. അതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. എല്ലാവരും പെന്നും പേപ്പറും ഉണ്ടോ ഈ ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ? ഉണ്ടെങ്കിലും ജസ്റ്റ് ഒരു ട്രയൽ എടുക്കാം നമുക്ക്. ഈ സ്ക്രിപ്റ്റിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നിങ്ങൾക്ക് ആഗ്രഹം ഉള്ള കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം, നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് എഴുതിയത് ജസ്റ്റ് പേപ്പറിൽ ജസ്റ്റ് ഒന്ന് എഴുതുക. എങ്ങനെയായാലും എഴുതുക. നിങ്ങൾ ഫോർമാറ്റ് ഒന്നും നോക്കണ്ട. നിങ്ങളിപ്പം ജസ്റ്റ് ഒന്ന് എഴുതുക. നിങ്ങൾ എഴുതിയാൽ മതി, എന്നോട് പറയണമെന്നില്ല. ജസ്റ്റ് ഒന്ന് എഴുതുക. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ. നമുക്ക് 2 മിനിറ്റിൽ നമുക്കത് എഴുതി കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു പോർഷൻ എഴുതിയാൽ മതി. എഴുതി കഴിഞ്ഞ് നിങ്ങൾ ആദ്യത്തെ ഇപ്പം എഴുതിയതിനെ ഒന്ന് മനസ്സിരുത്തി വായിച്ചു നോക്കി. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി അത് നന്നാക്കണമെന്ന് തോന്നും. എന്തായാലും ഞാൻ ഉദാഹരണങ്ങളൊന്നും പറയുന്നില്ല, നിങ്ങൾ മാത്രം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഉദാഹരണം പറയാം. നിങ്ങൾ അതേ ഉദാഹരണം എഴുതി തയ്യാറാക്കും. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ല, കാരണം ഞാൻ പറഞ്ഞ പോലെയാവും. അത് വേണ്ട, നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിക്കൊള്ളുക. എന്നിട്ട് നിങ്ങൾ അതിനൊന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് കുറച്ചും കൂടി ബെറ്റർ ആക്കണ്ടേ. നിങ്ങളതിൻ്റെ ടെൻസ് നോക്കണം. ഇപ്പോൾ എനിക്ക് ഒരു ഇൻ്റർനാഷണൽ കോച്ച് ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ എന്ത് എഴുതേണ്ടി വരും? എനിക്കൊരു ഇൻ്റർനാഷണൽ കോച്ച് ആവണമെന്ന് എഴുതണോ, ഞാൻ ഇൻ്റർനാഷണൽ കോച്ച് ആണെന്ന് എഴുതണം? എഴുതുമ്പോൾ സ്ക്രിപ്റ്റിംഗ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഞാൻ ഒരു ഇൻ്റർനാഷണൽ കോച്ചാണ് എന്നാണ് എഴുതേണ്ടത്. പ്രസൻറ്റ് ടെൻസിലായിരിക്കും നമ്മൾ എഴുതുന്നത്. അതാണ് ഇതിനകത്ത് സ്ക്രിപ്റ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജോലി വേണമെങ്കിൽ ഞാൻ ഇന്ന ജോലി ചെയ്യുന്ന ആളാണ് എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്താണ് എന്ന് ക്ലാരിറ്റി അവിടെ വരും. ഇപ്പോൾ നിങ്ങൾക്കൊരു ജോലി വേണമെന്ന ആഗ്രഹമാണെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് എന്ത് ജോലി, നിങ്ങൾ എന്തായി തീരുന്നു എന്നതിൻ്റെ വൈബ്രേഷൻ നിങ്ങൾ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ എന്താണോ ആവേണ്ടത് അതായി തീരണം. അതിനാണ് സ്ക്രിപ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. ഒന്ന് എഴുതിയവർക്ക് വേണമെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് വേണമെങ്കിൽ പോകാം. പറയാൻ പറ്റുന്ന ഏതെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പറയാം. ഞാൻ ഇന്നതാ സാറ് എഴുതിയത്, മാറ്റം എന്താണെന്ന് ചോദിക്കാം, ഞാൻ മാറ്റപ്പെടുത്തി പറഞ്ഞുതരാം. മറ്റുള്ളവർക്ക് അതനുസരിച്ച് മാറ്റാം. എല്ലാവരും എടുക്കാൻ എനിക്ക് സമയം ഉണ്ടാവില്ല. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് കേൾക്കുന്ന ഞാനിപ്പോൾ ഇത് ക്ലാസ്സിൽ പറഞ്ഞ് നാളെ യൂട്യൂബിലും കേൾക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഇത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇതൊന്ന് ജസ്റ്റ് ഈ വീഡിയോ ഇവിടെ പോസ് ചെയ്യുക. നിങ്ങൾക്ക് ആഗ്രഹമുള്ള എഴുതി തയ്യാറാക്കുക.
എന്നിട്ട് ബാക്കി തുടർ വീഡിയോ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. കാരണം ഞാൻ നാളെ യൂട്യൂബിലും കൊടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ ക്ലാസ്സിൽ പറയുന്നത് കേട്ടോ. ആർക്കെങ്കിലും ഒന്ന് വേണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാം, ഇല്ലെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകാം. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റിംഗ് കൊണ്ട് നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് ക്ലാരിറ്റി വരും. അപ്പോൾ അതെന്ത് ചെയ്യും? നിങ്ങളുടെ ബിലീവ് സിസ്റ്റത്തെ റീഇൻഫോഴ്സ് ചെയ്യും. എനിക്കൊരു ഇൻ്റർനാഷണൽ കോച്ച് ആവണം എന്ന ഒരാഗ്രഹമാണ് എനിക്കുള്ളതെങ്കിൽ പണ്ട് ഗണപതി ശിവനോട് പറഞ്ഞ പോലെയാണ് നാളെ വരാം, അല്ലെങ്കിൽ വേറെ മറ്റു പല കഥകളുണ്ട്, ഞാൻ ജസ്റ്റ് അങ്ങനെ മാത്രം പറഞ്ഞു. ഗണപതി നാളെ എന്ന് പറഞ്ഞ ഒരവസ്ഥയിൽ നാളെ ഒരിക്കലും ഇല്ലല്ലോ അല്ലേ? നാളെ എന്ന് പറയുന്നത് ഒരു സംഭവം ഉണ്ടോ? ഇല്ല. അതുപോലെ ആവണം എന്നാണെങ്കിൽ ആവണം മാത്രമേ ഉള്ളൂ, അതാവില്ല. അതുകൊണ്ട് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് അത് ഗ്രാറ്റിറ്റ്യൂഡിലൊക്കെ ചെയ്യുന്ന, അഫർമേഷനിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ്. ഞാൻ അതാണ് എന്നതാണ് പറയുന്നത്. അതാണെങ്കിൽ പിന്നെ നമ്മുടെ ബിലീവായിരിക്കും മാറുന്നത്, നമ്മൾ അതായിത്തീരും, നമ്മൾ അത് തന്നെയായിരിക്കും നമ്മുടെ ഭാവവും നോട്ടവും ഭാവവും. ഒരു കോച്ച് ആവണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് എന്തൊക്കെ മാറണം? ഒരു കോച്ചിന് ഉണ്ടാവേണ്ട എല്ലാ ശാരീരിക, മാനസിക, വൈജ്ഞാനിക എല്ലാ തലങ്ങളും ഞാൻ ഉയരണം അല്ലേ? അത് ഉയരണമെങ്കിൽ ഞാൻ അതായി തീരുമ്പോൾ ഓട്ടോമാറ്റിക് എന്നിലേക്ക് ഈ ആക്ഷൻസ് വന്ന് വരും. പിന്നെ ഞാൻ എടുക്കുന്ന ഓരോ ആക്ഷനും അതിനനുസരിച്ചായിരിക്കും, അതിനനുസരിച്ചേ ഞാൻ ചെയ്യുള്ളൂ. എൻ്റെ ഭാവവും ചേഷ്ടകളും ഒക്കെ അതായി മാറും. അതാണ് സംഭവിക്കുന്നത്. ക്ലിയറായി കാണുന്നിരുന്നു സ്ക്രിപ്റ്റിംഗ് എന്നുള്ളത്. ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതൊക്കെ ഞാൻ വളരെ വിശദമായി തന്നെ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ ഇരുത്തി പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ എഴുതുക, ഇങ്ങനെ എഴുതാവൂ എന്ന് ഓരോ ആളുടെയും അനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എളുപ്പത്തിൽ സംഭവിക്കും. അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരും പറയുന്നുണ്ട്, എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് സംസാരിപ്പിക്കാൻ പറ്റില്ല. ഈവൻ ഞാൻ പൊതുവേ ഈ ടെസ്റ്റിമോണിയിലൊക്കെ കളക്ട് ചെയ്യുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് ടെസ്റ്റിമോണിയിൽ അവർ പറഞ്ഞാലും ക്ലാസ്സിൽ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പോകുന്ന, അല്ലാതെ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന വളരെ റെയർ കേസസേ ഉള്ളൂ. അതൊക്കെയാണ് നിങ്ങൾക്ക് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ കേൾക്കുന്നത്. ഇനി 6ാമത്തെ പോയിന്റ് ആണ് സ്ക്രിപ്റ്റിംഗ്. 7ാമത്തെ പോയിന്റ് ഡെയിലി ചെയ്യേണ്ടതാണ്, ഒരിക്കലും മറക്കാൻ പറ്റില്ല. മെഡിറ്റേഷൻ ഭയങ്കര പവർഫുള്ളായി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രമാത്രം മനസ്സിലാക്കുക. ഒരു വിത്ത് മുളക്കണമെങ്കിൽ ആ ഭൂമി ഫലപുഷ്ടിയായി നല്ല എന്തായിരിക്കണം? പതുപതുത്തതായിരിക്കണം അല്ലേ? എങ്കിൽ മാത്രമേ ഒരു വിളയും അവിടെ വിളയിലുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിത്ത് മുളക്കണമെങ്കിൽ ഭൂമി പരുവപ്പെട്ടിരിക്കണം. അപ്പോൾ മനുഷ്യന്റെ പരുവപ്പെടൽ എന്ന് പറയുന്നത് ശാന്തതയാണ്. ശാന്തതയിൽ മാത്രമേ പുതിയ ഐഡിയകളും പുതിയ എനർജികളും ഉണ്ടാവുകയുള്ളൂ. ഇത് നമ്മളായിട്ടല്ല, ഇങ്ങനെയാണ് മനുഷ്യന്റെ സ്റ്റേജ്, അങ്ങനെയാണ്. അവന്റെ ബ്രെയിനെ സ്റ്റേബിൾ ആക്കി നിർത്തിയാൽ മാത്രമേ അവിടേക്ക് ഏതെങ്കിലുമൊക്കെ ട്രിഗറിങ് നടക്കുകയുള്ളൂ, അല്ലാതെ നടക്കില്ല. ഫയറിങ് ഇങ്ങനെ ബ്ലാസ്റ്റ് ഓഫ് ആയി നടക്കുന്ന ബ്രെയിൻ ന്യൂറോൺസിന്റെ ഇടയിലേക്ക് നിങ്ങൾ എന്ത് കൊടുത്താലും അവിടെ നിന്ന് അത് കത്തിക്കരിഞ്ഞു പോവുകയുള്ളൂ, അവിടെ ആഡ് ചെയ്യപ്പെടില്ല. അതിന് ശാന്തത വേണം. ശാന്തത ഉണ്ടാക്കാൻ ലോകത്ത് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. വേറെ ഒരു വഴിയും ഇന്നേ വരെ കണ്ടുപിടിച്ചിട്ടില്ല. ഏത് വൈദ്യശാസ്ത്രത്തിൽ പോയാലും അവർ വൈദ്യശാസ്ത്രം ചിലപ്പോൾ പറയും ഒന്ന് ബ്രീത്ത് നന്നായിട്ട് എടുക്കൂ, ബ്രീത്ത് വിടൂ എന്നൊക്കെ പറയും. ഇത് തന്നെയാണ് മെഡിറ്റേഷൻ. അത്രയും മെഡിറ്റേഷൻ പ്രാക്ടീസാണ്. മെഡിറ്റേഷൻ പ്രാക്ടീസിങ് മൈൻഡ്ഫുൾനെസ് ആൻഡ് ഫോക്കസിങ് ഓൺ യുവർ ഇൻറ്റൻഷൻ എന്ന് പറയും. നമ്മൾ ഇൻറ്റൻഷനിലേക്ക് അത്രയും കൃത്യമായി ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത് മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമാണ്. കാരണം അതിൽ നമ്മുടെ വൈബ്രേഷൻ ലെവലുകൾ മാറി വരുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നമ്മുടെ ആൽഫ, ബീറ്റ, തീറ്റ, ഗാമ നമ്മളങ്ങനെ ഉപയോഗിക്കുന്നില്ല. തീറ്റ സ്റ്റേജിലേക്ക് നമ്മൾ ബോധപൂർവമായി കയറി ചെല്ലുമ്പോൾ അവിടെ നടക്കുന്ന പ്രക്രിയ നമുക്ക് മനസ്സിലാവുകയും ആ പ്രക്രിയയിലൂടെ നമുക്ക് അതായിത്തീരുകയും ചെയ്യും. അപ്പോൾ ഞാൻ വീണ്ടും ഉദാഹരണമായി പറയാം. ഞാനൊരു ഇൻ്റർനാഷണൽ കോച്ചായി മാറും ആണ് എൻ്റെ ആഗ്രഹം, എൻ്റെ ആവശ്യമെങ്കിൽ ഞാൻ മെഡിറ്റേഷൻ പ്രോസസ്സിലൂടെ കടന്നുപോയി ആൽഫ കഴിഞ്ഞു, തീറ്റയിൽ പോയി. തീറ്റയിൽ കയറി കഴിയുമ്പോൾ ഞാൻ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആ ഇൻ്റർനാഷണൽ സ്റ്റേജിൽ ഞാൻ സംസാരിക്കുന്നത് വിഷ്വലൈസ് ചെയ്യാൻ എപ്പോഴാണോ എനിക്ക് സാധിക്കുന്നത്, പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക് സംഭവിച്ചിരിക്കും. കാരണം പിന്നെ എൻ്റെ ഓരോ എനർജിയും പോകുന്നത് ആ ഒരു ദിശയിലേക്ക് മാത്രമായിരിക്കും. നിങ്ങൾ കണ്ടിട്ടില്ല, ക്രൂയിസ് കൺട്രോൾ ചെയ്യുന്ന വണ്ടിയെ പോലെയാണ്. നമ്മൾ ഒരു സ്പീഡിൽ പോയി റോഡൊക്കെ സെറ്റ് ചെയ്തു, ക്രൂയിസ് കൺട്രോൾ ഓൺ ആക്കി കൊടുത്താൽ പിന്നെ വണ്ടി പൊക്കോളും. ജസ്റ്റ് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. റോഡ് തെറ്റാതെ പോകാനുള്ള ഒരു ശ്രദ്ധ മാത്രം അവിടെ കൃത്യാൽ മതി. നമ്മൾ ആക്സിലേറ്ററും കൊടുക്കേണ്ട, ബ്രേക്കും വേണ്ട, ഒന്നും വേണ്ട. അതുപോലെ ക്രൂയിസ് കൺട്രോളാണ് മെഡിറ്റേഷൻ. ക്ലിയറായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാതെ നിങ്ങൾക്ക് എന്തെങ്കിലും നേടാം എന്ന് ആർക്കെങ്കിലും ഒരു മിഥ്യാധാരണയുണ്ടെങ്കിൽ നേടാൻ നിങ്ങൾക്ക് പറ്റും, അത് സ്ഥിരമായി നിലനിർത്താൻ സാധിക്കില്ല.
ക്ലിയർ ആയല്ലോ? ഈ സാധനം ഇനി കൂടുതൽ പറയേണ്ടതില്ലല്ലോ. മെഡിറ്റേഷൻ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ, ഈവൻ വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന ഒരു സിസ്റ്റമാണ് മെഡിറ്റേഷൻ. അത് സ്കൂൾ തലം മുതൽ വലിയ തലം മുതൽ അറിഞ്ഞോ അറിയാതെയോ എല്ലാവരും അത് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബെനിഫിറ്റ്സ് അവരൊരിക്കൽ കിട്ടുന്നുണ്ട് എന്നുള്ള സാക്ഷ്യപ്പെടുത്തൽ കൂടി ഉണ്ട്. സാക്ഷ്യപ്പെടുത്തൽ ഞാൻ സ്ഥിരമായി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് എന്ന് വെച്ചാൽ മെഡിറ്റേഷൻ കൊണ്ട് നിങ്ങൾ മിറാക്കിൾ സംഭവിക്കുമെന്ന് വെച്ചാൽ സംഭവിക്കുക തന്നെ ചെയ്യും. പക്ഷെ അതിന് സമയം വേണം, അതിൻ്റെതായ ഒരു ടൈമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 6 പോയിന്റുകൾ നമ്മൾ കഴിഞ്ഞു. 7ാമത്തെ കാര്യം എന്ന് പറയുന്നത്, 8ാമത്തെ കാര്യം, 7 പോയിന്റ് പറഞ്ഞു. 8ാമത്തെ എന്ന് പറഞ്ഞാൽ ലീവിങ് ആസ് ഇഫ് എന്ന് പറയുന്നത്, അങ്ങനെയായി ജീവിക്കുക. നമ്മൾ അങ്ങനെ തന്നെ ആയി ജീവിക്കുക. ഈ നടന്മാരൊക്കെ എടുക്കുന്ന ഏറ്റവും വലിയൊരു പരിപാടിയാണ്. അവർ കഥാപാത്രത്തിന് നന്നായിട്ട് ഇത് ചെയ്യണമെങ്കിൽ അവർ പിന്നെ ആ കഥാപാത്രമായി ജീവിച്ചു പോകും കുറച്ച് സമയം, പിന്നെ അതിനകത്ത് പുറത്തു വന്നു. പലർക്കും അത് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റാത്തൊക്കെ കുറേ വിഷയങ്ങളൊക്കെ ലോകത്തുണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിലും അത് ഷിഫ്റ്റ് ചെയ്യാനുള്ള മെത്തേഡ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ അതായി മാറണം. ആ ലീവിങ് ആസ് ഇഫ് എന്ന് പറയുന്ന സാധനം എങ്ങനെ അങ്ങനെ ആക്ട് ചെയ്ത് ആ ഗോൾ മൈൻഡ് സെറ്റിലേക്ക് വെച്ചുകൊണ്ട്, ഇപ്പോൾ ഒരു ടീച്ചർ ആവണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാണ് അല്ലേ? നിങ്ങൾക്ക് ഓരോ സംസാരവും ഓരോ രീതിയും ഭാവവും മിച്ചും ഒക്കെ ടീച്ചറായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. ക്ലിയറായി കാണുമെന്ന് കരുതുന്നു. അതിൽ കൂടുതൽ സമയം വേണ്ട എന്ന് തോന്നുന്നു. അങ്ങനെ ജീവിക്കണം. ഇത് പറയുമ്പോൾ എളുപ്പമാണ്. ഇത് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ തന്നെ വിചാരിക്കണം, എങ്കിൽ നിങ്ങൾക്കത് സാധ്യമാകും. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അത് നമ്മളെ എന്ത് ചെയ്യും? നമ്മൾ പിന്നെ നമ്മുടെ കോൺഫിഡൻസ് നമ്മൾ ബിൽഡ് ചെയ്യും. നമുക്ക് പിന്നെ ഓരോ ഭാവവും പെരുമാറ്റവും ഒക്കെ അങ്ങനെയായി മാറുമ്പോൾ ഇന്റേണലി നമുക്കത് മാറുകയും എക്സ്റ്റേണൽ വേൾഡ് അതിനെ അംഗീകരിക്കുകയും ചെയ്യും. പുറത്തുള്ള ആൾക്കാർ നമ്മളെ അത് അംഗീകരിക്കും. അങ്ങനെ തന്നെ ഇവർ എന്ന് അംഗീകരിക്കും. ഇപ്പം ഞാൻ ഈ പരിപാടിയൊക്കെ എൻ്റെ അനുഭവം പറയാം. ഞാൻ ഈ പരിപാടിക്ക് തുടങ്ങുന്നതിന് മുമ്പൊന്നും ആർക്കും അറിയില്ല ഞാനൊരു കോച്ചാണെന്നോ അല്ലെങ്കിൽ സംസാരിക്കുമെന്നോ അറിയില്ല. ഞാനിപ്പോൾ ഓട്ടോമാറ്റിക് ഇങ്ങനെ ആയി മാറിയപ്പോൾ ഇപ്പോൾ ആൾക്കാർ എന്നോട് എപ്പോഴും സംസാരിക്കുന്നത്, സാർ ആ ക്ലാസ് എടുക്കാതിരുന്നില്ലേ, സാറിന് പ്രൊഫസർ ആവാതിരുന്നില്ലേ, സാറിന് അങ്ങനെ ആവാൻ പറ്റുമല്ലോ എന്ന് അവർ ഇങ്ങോട്ട് പറയുന്ന അവസ്ഥ വരും. കാരണം അത് ഞാൻ ഓൾറെഡി ആ ഇതായി മാറിയപ്പോൾ ഓട്ടോമാറ്റിക് അവർക്കെല്ലാം അത് കണക്റ്റായി വരുമെന്നുള്ളതാണ് സത്യം. അങ്ങനെയാണ് പ്രകൃതി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കത് നോട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ അതിന് ലോ ഓഫ് അട്രാക്ഷനിലേക്ക് ഒരുപാട് മിറർ ടെക്നിക്കുകൾ പോലെ ടെക്നിക്കുകൾ പഠിപ്പിക്കുന്നുണ്ട്. ആ ടെക്നിക്കലിൽ നിങ്ങൾ പോയിട്ട് അങ്ങനെ പ്രാക്ടീസ് ചെയ്തെടുത്താൽ ഇത് എളുപ്പത്തിൽ സാധ്യമാവും. ആർക്കെങ്കിലും ഇപ്പോൾ പറ്റുന്നില്ല എന്ന് തോന്നുന്നവർക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കുമ്പോൾ അതിലൂടെ പറ്റും എന്നുള്ളതാണ്. ഇനി 9ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻറ്റൻഷൻ സെറ്റിംഗ്. അത് കുറച്ച് നല്ലൊരു സാധനമാണ് ഇൻറ്റൻഷൻ സെറ്റിംഗ്. ഇപ്പോൾ അതിൻ്റെ ഒരു എക്സസൈസും കൂടി നമുക്കിവിടെ ചെയ്യാം. അപ്പോൾ ഇൻറ്റൻഷൻ സെറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ് ഇൻറ്റൻഷൻ സെറ്റിംഗ്? ക്ലിയർലി ഡിഫൈൻ ആൻഡ് റൈറ്റിംഗ് ഡൗൺ യുവർ ഇൻറ്റൻഷൻ സെറ്റ്സ് എ പവർഫുൾ ഫൗണ്ടേഷൻ ഓഫ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയും. അതായത് നമ്മളുടെ ഇൻറ്റൻഷൻ എന്താണോ അത് ക്ലാരിറ്റിയോടുകൂടി എഴുതി വെക്കാനുള്ള പ്രോസസ്സാണ്. അത് സെറ്റ് ചെയ്യുക, എന്താണ് ആവേണ്ടത് കൃത്യമായി എഴുതി തയ്യാറാക്കുക. ഇത് ഒരു സുപ്രഭാതത്തിൽ പറ്റില്ല. ഞാൻ ഒരു കഥ പറയാം. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതാണ്. എന്നെ ഈ ഇതിലേക്ക് ഞാൻ ആദ്യം വരുമ്പോൾ എൻ്റെ ഗുരു, ഞാൻ പോയ ക്ലാസ്സിൽ പോയ എൻ്റെ ഗുരു എന്നോട് ചോദിച്ചത്, സാറിന് എന്താവാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചു. അപ്പോൾ സ്വാഭാവികമായി നമുക്കൊരു ഉത്തരം ഉണ്ടാവും അല്ലേ? എനിക്കിന്നതാവണം, എനിക്കതാവണം, എനിക്കിതാവണം, ഇന്നതൊക്കെ ആവണം. അപ്പോൾ അത് എഴുതി നോക്കിയപ്പോൾ ഒരു പേജ് ഉണ്ടായി. ഒരു പേജോളം വലിപ്പമുള്ള സാധനമാണ് എനിക്ക് ഉണ്ടാവേണ്ടത്. ഇപ്പം എല്ലാവരും ഒരു പെന്നും പേപ്പറും എടുത്തോളാം. ഒന്ന് നിങ്ങൾ എഴുതി നോക്കാം. ഞാനൊരു 2 മിനിറ്റ് സമയം തരാം. നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം? എന്താണ് നിങ്ങൾക്ക് ആവേണ്ടത്? നിങ്ങൾ ആരാവണം? ചോദ്യം ഇങ്ങനെയാണ്, നിങ്ങൾ ആരാവണം? അതൊന്ന് എഴുതാൻ പറ്റുമോ നിങ്ങൾക്ക്? അത്ര എളുപ്പമല്ല കേട്ടെ. പെട്ടെന്ന് ചോദിച്ചാൽ അത്ര എളുപ്പമല്ല. എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കൂ. ആരാവണമെന്ന് ശ്രമിച്ചു നോക്കൂ. എനിക്കൊരു അമ്മയാവണമെന്ന് പറഞ്ഞേക്കരുത്. അമ്മയായ ആൾക്കാർ, മക്കൾ പ്രസവിച്ച ആൾക്കാർ അമ്മയാവണമെന്ന് പറഞ്ഞേക്കരുത് കേട്ടോ. അത് ഓൾറെഡി നിങ്ങൾ ആയി കഴിഞ്ഞിരിക്കുന്നു. അതല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ആവേണ്ടതുണ്ട്. അല്ലെങ്കിൽ അച്ഛനാവണമെന്നും പറയരുത്, അല്ലെങ്കിൽ ഞാനൊരു അച്ഛനാണെന്നും പറയരുത്. അതൊക്കെ പെരിഫറലായ കാര്യമാണ്. ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തായി തീരണം, ഇതൊന്ന് ആലോചിച്ച് നോക്കി. എഴുതാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ എഴുതിക്കോ. പറ്റിയില്ലെങ്കിൽ ഇന്നത്തെ നിങ്ങൾക്കുള്ള എക്സസൈസാണിത്. നിങ്ങൾക്ക് എന്താവണമെന്ന് ക്ലിയർലി ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റണം. ഹൂ ആർ യു എന്ന ചോദ്യത്തിന് ഐ ആം മൈ ദിനേശ് മുങ്ങത്ത് എന്നതല്ല ഉത്തരം. അതെൻ്റെ പേരാണ്. ആരാണ് നീ? ഹൂ ഐ ആം എന്ന് ചോദിച്ചതിൻ്റെ ഒരു ഉത്തരം നമുക്ക് കണ്ടെത്താൻ പറ്റുമോ? അപ്പോഴാണ് നമ്മുടെ കഴിവുകളെയും നമ്മുടെ കുറവുകളെയും നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങുക. ഇത് എത്ര പേർക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ട്?
ഞാൻ ആരാണെന്ന ചോദ്യത്തിന് എൻ്റെ പേരല്ലാതെ കണ്ട് മറ്റൊരു ഉത്തരം നമുക്ക് കണ്ടെത്താൻ പറ്റുമോ? അത് പറ്റിയാൽ അതാണ് നിങ്ങളുടെ യാഥാർത്ഥ്യം. അത് മാത്രമേ നിങ്ങൾ ആവുള്ളൂ. പക്ഷെ അത് നിങ്ങളുടെ അകത്ത് ഉണ്ട്. ആ സാധനം പുറത്തോട്ട് കൊണ്ടുവരാനാണ് നിങ്ങൾക്കറിയാത്തത്. അതാണ് നിങ്ങളുടെ ബ്ലോക്ക്. ആ ബ്ലോക്കിനെ മാത്രം പൊട്ടിച്ചാൽ മതി. ഇവിടെ കുറേ അടിഞ്ഞു കൂടിയിരിക്കുന്ന ശരിക്കും ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയായ നിങ്ങളുടെ കുറേ അഴുക്കുകൾ വന്നിട്ട് മൂടി കഴിച്ച് വെള്ളം കെട്ടി നിന്ന് ആ വെള്ളം കേടായി ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉള്ള ചളികളെ ഒന്ന് പുറത്തിറക്കി കഴിഞ്ഞാൽ നിങ്ങളാകുന്ന നദി നന്നായിട്ട് സ്വച്ഛന്തമായി ഒഴുകും. ആ ഒഴുകണമെങ്കിൽ എവിടെയൊക്കെയാണ് ഈ കെട്ടിക്കിടക്കുന്ന സാധനങ്ങൾ എന്ന് മനസ്സിലാവണം. അതിന് നിങ്ങൾക്ക് വേണ്ടത് ക്ലാരിറ്റി ഓഫ് തോട്ട്സ് ആണ്. അതിന് പ്രാക്ടീസാണ് ആവശ്യം. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധ്യമാകും. ഇതാണ് ഇൻറ്റൻഷൻ സെറ്റിങ്ങിൻ്റെ പ്രത്യേകത. ഇപ്പോൾ എഴുതുന്നവർക്ക് എഴുതി നോക്കാം, ഇല്ലെങ്കിൽ വീണ്ടും പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് മാക്സിമം കിട്ടുന്നവരെ എഴുതുക, എന്നിട്ട് തിരിച്ചു വരും. എന്നിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ ആലോചിക്കുക. അപ്പോൾ മാത്രമേ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുള്ളൂ. കാരണം എന്താവണം എന്ന് ചോദിച്ചാൽ എനിക്കൊരു ബിസിനസ്സുകാരനാവണമെന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങളൊരു ബിസിനസ്സുകാരനാവും. പക്ഷെ ബിസിനസ്സുകാരനായിക്കഴിഞ്ഞാൽ കടക്കാരനായ ബിസിനസ്സുകാരനും ആവാം, ധനികനായ ബിസിനസ്സുകാരനും ആവാം, അല്ലേ? ബിസിനസ്സുകാരനായ ആണ് മാത്രമാണെങ്കിൽ അതിൽ ധനികനുണ്ട്, കടക്കാരനും ബിസിനസ്സുകാരൻ തന്നെയാണ്. പക്ഷെ എന്താണ് നിങ്ങൾക്ക് ബിസിനസ് കൊണ്ട് ആവശ്യം എന്നുള്ളതാണ് ഇൻറ്റൻഷൻ. എനിക്ക് കോടിക്കണക്കിന് ടേൺ ഓവറുള്ള ബിസിനസ്സുകാരനാവണം എന്ന് പറഞ്ഞാൽ അവിടെയും ശരിയായില്ല. കോടിക്കണക്കിന് ടേൺ ഓവർ ഉണ്ടായിട്ട് നിങ്ങൾക്ക് എന്താ കാര്യം? ഇന്നൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നു, ഒന്ന് കാണുക. വൈ എ പേഴ്സൺ ബിക്കം എൻ ബിസിനസ്മാൻ? എന്തിനാണ് ഒരാൾ ബിസിനസ്സുകാരനാവുന്നത് എന്ന ചോദ്യമുണ്ട്. ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഒരു ജോലി വേണം. എന്തിനാണ് നിങ്ങൾക്ക് ജോലി? പണ്ടൊക്കെ നമ്മൾ കഥ പറയില്ല, ജോലി കിട്ടിയിട്ട് വേണം ഒന്ന് ലീവ് എടുക്കാൻ എന്ന് പറയുന്ന പോലെ ഒരവസ്ഥ. അപ്പോൾ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് അത്രയും ക്ലാരിറ്റി വേണം. പവർഫുൾ ഫൗണ്ടേഷൻ ഓഫ് മാനിഫെസ്റ്റേഷൻ ആണ്. ബീങ് എ സ്പെസിഫിക് അബൌട്ട് വാട്ട് യു വാണ്ട് ഹെൽപ്പ് യു ടു ഫോക്കസ് യുവർ എനർജി എന്ന് പറയുന്നത്. നിങ്ങൾ എനർജിയെ അതിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് ഇൻറ്റൻഷൻ ക്ലിയർ ആയിരിക്കണം. അത് സെറ്റ് ചെയ്യാൻ വേണം. അതിന് സമയമെടുത്ത് സെറ്റ്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിലൊക്കെ ഗോൾ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു 15-20 ദിവസം എടുത്തിരുന്നു, അല്ലേ? എല്ലാവരും കൊണ്ട് സെറ്റ് ചെയ്യിപ്പിക്കാനായിട്ട്. ആ സെറ്റ് ചെയ്ത പേപ്പർ നിങ്ങളൊന്ന് എടുത്തു നോക്കുക. ഇപ്പോൾ ക്ലാസ്സിന് മുമ്പേ ഉള്ളവരോട് നിങ്ങൾക്കത് സംഭവിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഇനി വരുന്ന ദിവസം സംഭവിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ ആ സാധനം? അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി വ്യത്യസ്തമായൊരു സംഭവമാണ്. ഇതെല്ലാം ഇപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. ഇതെല്ലാം നിങ്ങൾ ശ്രമിക്കുന്നു, മാലിന്യങ്ങളെ പുറത്തെടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. എന്തു ചെയ്യും നിങ്ങൾ? മാലിന്യങ്ങളെ പുറത്തെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഒരു JCB അടുത്ത് വിളിക്കേണ്ടി വരും, അല്ലേ? പുഴയിൽ മാലിന്യങ്ങളെ പുറത്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ എക്സ്റ്റേണലായിട്ട് ഒരു JCB പുറത്തുനിന്ന് വിളിക്കേണ്ടി വരും. അതിനാണ് പറയുന്നത് എനർജി ക്ലീനിങ് എന്ന് പറയുന്ന ടെക്നിക്ക്. ഇതൊക്കെ നല്ല ഹൈ എൻഡായിട്ട് ചെയ്യുന്ന കാര്യമാണ്. നമുക്ക് ഒരു കാരണവശാലും ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ എനർജിയെ ക്ലീൻ ചെയ്യണം. എനർജി ക്ലീൻ ചെയ്യുന്ന 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന് സെൽഫ് ഹിപ്നോസിസം എന്ന് പറയുന്ന പ്രാക്ടീസിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള എനർജി ഹീലേഴ്സിനെ കൊണ്ട് ഹീൽ ചെയ്തെടുക്കാൻ പറ്റും. 2 രീതികൾ നമുക്ക് ഉപയോഗിക്കാം. എനർജി ഹീലിംഗ് എന്ന് പറയുന്നത്, ക്ലീനിങ് എന്ന് പറയുന്നത് റിമൂവിങ് നെഗറ്റീവ് എനർജി ഓർ ബ്ലോക്ക് ത്രൂ ദ ടെക്നിക്സുകൾ വെച്ചിട്ട് ബ്ലോക്കായ എനർജിയെ ഓപ്പൺ ആക്കുക, അല്ലെങ്കിൽ നെഗറ്റീവായ എനർജിയെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ എളുപ്പത്തിലൊരു കാര്യം പറയാം. ഇത് എങ്ങനെയൊക്കെ ആൾക്കാർ വിശ്വസിക്കുമെന്നൊന്നും എനിക്കറിയില്ല. കണ്ണീർ എടുക്കുക എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ നടക്കുന്നൊരു കാര്യമാണ്. എന്തെങ്കിലുമൊക്കെ വീട്ടിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഉപ്പും മുളകും കടുകും ഒക്കെ എടുത്തിട്ട് ഒന്ന് തലയിൽ ചുറ്റി കൊണ്ടുപോയിട്ട് തീയിൽ കൊണ്ടുപോയിട്ടിട്ട് പൊട്ടൽ പൊട്ടുമ്പോൾ പൊട്ടി കേട്ടോ, കുറേ ഉണ്ടായിരുന്നു കണ്ണീർ എന്ന് പറയുന്ന സ്വഭാവം എനിക്കറിയാം. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്, മറ്റിടത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും പൊട്ടുന്നത് ഉപ്പാവും കടുകുമാണെങ്കിൽ തന്നെയും ചിലർക്ക് തോന്നുക എനിക്കത് ആശ്വാസമായി എന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വിശ്വാസമാണ് ഇതിനകത്ത്. അപ്പം അതുപോലെ അല്ല ഇത്. പക്ഷേ എനർജി ഹീലിംഗ് ക്ലിയറിങ്ങിനായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. ഇങ്ങനെ നെഗറ്റീവിനെ നമുക്ക് റിമൂവ് ചെയ്യാം. നെഗറ്റീവ് റിമൂവ് ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. വീട്ടിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന ഒരുപാട് ടെക്നിക്കൽ ഉണ്ട്. വീട്ടിലെല്ലാം എനർജി കെട്ടിക്കിടക്കുന്ന എനർജികൾ ഉണ്ടാവാം. പിന്നെ
ബ്ലോക്കായി കിടക്കുന്ന എനർജികൾ വീട്ടിൻ്റെ ഓരോ മൂലകളിലൊക്കെ ഉണ്ടാവും. പണ്ടൊക്കെ നമ്മളെ ഇപ്പോഴൊന്നുമില്ല ചിയോതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് അതൊക്കെ പിന്നെ ഞാൻ മറ്റൊരു കഥയിൽ പറയാം. അപ്പോൾ ഇങ്ങനെ കുറേ എനർജികളുണ്ട്. ഇതൊക്കെ വീട്ടിൽ നിന്ന് റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് എനർജി ബ്ലോക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും. നിത്യേനയുള്ള വീട്ടിൻ്റെ ക്ലീനിങ്, നമ്മളെ ക്ലീനിങ്, സ്ഥിരമായിട്ടുള്ള കുളി, തേവാരം, അതുപോലെ തന്നെ നല്ല സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കൽ, നല്ല വസ്ത്രം ധരിക്കൽ, പഴയ വസ്ത്രങ്ങളൊക്കെ ഡിസ്പോസ് ചെയ്യൽ, പുറത്തു കൊണ്ടുപോയി കളയുക, വീട്ടിനകത്ത് നിന്ന് എടുത്ത് ഒഴിവാക്കുക. വേസ്റ്റായി കിടക്കുന്ന എന്താ പറയുക, ശരിക്കും സിസ്റ്റം ഇത് കൃത്യമായി അലൈൻ ചെയ്ത് വെക്കാത്ത സാധനങ്ങളൊക്കെ എനർജി ബ്ലാക്ക് എന്താ പറയുക നെഗറ്റീവ് എനർജിയുടെ സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്ത് നല്ല വൃത്തിയും മടിപ്പുള്ളടുത്ത് എനർജി നല്ല ഫ്ലോ ഉണ്ടാവും. ആ എനർജി ഫ്ലോയിലെ വീട്ടിൽ കിടന്നു തുടങ്ങിയാൽ മാത്രമേ നമുക്ക് എനർജി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് ഒരുപാട് ടെക്നിക്ക് ഉണ്ട്. സൗണ്ട് ഹീലിങ്സ് ഉണ്ട്, റേക്കി ഹീലിങ്സ് ഉണ്ട്, പിന്നെ അങ്ങനെ കുറേ സ്പേസ് ഓഫ് മാനിഫെസ്റ്റേഷനിൽ ഒരുപാട് എനർജി ഹീലിംഗ് മെത്തേഡ്സുകളുണ്ട്. സപ്ലിമെൻറ്റ് ഓഡിയോസ് ഉണ്ട്, അഫർമേഷൻസ് ഓഡിയോസ് ഉണ്ട്. സപ്ലിമെൻറ്റ്സ് ഓഡിയോസ് ഒക്കെ ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് എനർജിയായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് വളരെ ഡീറ്റെയിൽസ് ആയിട്ട് ഈ 10 പോയിന്റുകൾ പറയാനുള്ളത്. അപ്പോൾ ഇതിൽ എല്ലാ പോയിന്റുകളും ഇതെല്ലാം നമ്മൾ ഡെയിലി പ്രാക്ടീസിന് പറ്റുന്ന കാര്യങ്ങളാണ്. ഇതിലൊന്നും കുറവോ ഒന്ന് കൂടുതലോ ഇല്ല, എല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് എല്ലാം ചെയ്യുമ്പോൾ മാത്രം, എല്ലാം ഇതിനെ ഒരു പാറ്റേണിൽ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ വേറെന്തെങ്കിലും ഇതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി ക്ലാരിഫൈ ചെയ്ത് പോകാം. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്തും പോകാം. ഇത് ഇത്രയും 10 പോയിന്റ്സുകൾ ക്ലിയർ ആയിട്ടുണ്ട്. ആൾക്കാരും കുറവാണ്. ഡൗട്ടുള്ളവർക്ക് ചോദിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലെങ്കിൽ 2 കാര്യങ്ങളാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, ഞാൻ പറഞ്ഞത് മുഴുവൻ നിങ്ങൾക്ക് മനസ്സിലാവുകയും എന്നെക്കാളും അടുത്ത തലങ്ങളിലേക്ക് നിങ്ങൾ എത്തുകയും ചെയ്തു എന്നത് ഏറെ സന്തോഷമുണ്ടാക്കുന്ന കാര്യം. അതാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, 3 കാര്യങ്ങളുണ്ട്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്കിതൊന്നും പിടികിട്ടിയില്ല. അതുകൊണ്ട് എന്താണ് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ, പിടികിട്ടിയാലല്ലേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവുള്ളൂ. ഒരു മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, അവിടെ ചിലതൊക്കെ കത്തി, എന്നാൽ ഈ കത്തിയത് തമ്മിൽ കണക്ഷൻ ആവുന്നില്ല. ചിലത് എവിടേക്കോ കത്തി കിടക്കുന്നുണ്ട്, ചില കാര്യങ്ങളുണ്ട്, പക്ഷെ ഇതെങ്ങനെ കണക്ട് ചെയ്യണമെന്ന് അറിയില്ല. പസിൽസ് ഗെയിം കൊണ്ടുവന്ന് മുമ്പിൽ വെച്ച പോലെയാണ്. എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യണമെന്ന് അറിയില്ല എന്നുള്ള വിഷയം അല്ലേ. എന്നാൽ ഈ മൂന്നാമത്തെ കാര്യമുള്ള ആൾക്കാർക്ക് മാത്രം ആണ് പറയുന്നത്. നിങ്ങൾക്ക് ക്ലാസ്സിൽ വന്നാൽ നിങ്ങൾക്ക് ഈ പസിൽസ് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒന്നാമത്തെ ആള് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങളുടെ അടുത്ത് ക്ലാസ്സിന് വരാം, അപ്പോൾ എനിക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും. രണ്ടാമത്തെ ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ ഇനിയും കുറച്ച് ദിവസം ഇങ്ങനെ ആലോചിച്ച് നോക്കുക. കുറച്ച് എവിടെയെങ്കിലും കത്തുമ്പോൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് വന്നോളൂ. ക്ലിയർ ആയില്ലേ? ക്ലിയറായി സർ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാണ്ട് ചോദിച്ചോളൂ. സർ, ഞാൻ ആശയാണ്. സർ പറഞ്ഞ പോലെ തന്നെ ഞാൻ എല്ലാം നോട്ട് ചെയ്ത് വെച്ചു, പക്ഷേ ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. എല്ലാവരും ആശയ്ക്കൊരു റിയാക്ഷൻ കൊടുക്കണേ, ഒരു സ്നേഹം കൊടുക്കണേ. ആശ ഇന്നലെ ക്ലാസ്സിൽ വന്നു, ഇന്ന് തന്നെ നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തു, പേയ്മെൻറ്റ് അടച്ചു. അതായത് ആശ കൃത്യമായി ജീവിതത്തിൽ മാറണമെന്ന് പെട്ടെന്ന് ഡിസിഷൻ എടുത്തു. അതുകൊണ്ട് ആശയുടെ ഇനിയുള്ള കാലം വളരെ നന്നായിട്ട് മാറ്റാൻ ആശ കൊണ്ട് പറ്റും. അത് ഫുള്ളി ഇൻട്രസ്റ്റഡ് ആയിട്ട് ആശ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ആശയ്ക്ക് ക്ലാരിറ്റി ഇല്ലാത്തത് ഒരു വിഷയമല്ല, ക്ലാരിറ്റി ഉണ്ടാക്കാനാണ് ആശ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. 10 ദിവസം 15 ദിവസം കഴിയുമ്പോഴേക്കും ആശയ്ക്ക് കൃത്യമായി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലാരിറ്റി വന്ന് ആശയുടെ ലക്ഷ്യത്തിലേക്ക് എവിടെയാണോ അത് കൃത്യമായി സംഭവിച്ചിരിക്കും. അതിനുള്ള ഒരു ടൈം ആശയ്ക്കായതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ക്ലാസ് ജോയിൻ ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ എത്രയോ ആൾക്കാർ പുറത്ത് നിൽക്കുന്നുണ്ട്, ഇന്ന് കയറണോ നാളെ കയറണോ മറ്റന്ന് കയറണോ എന്ന് ആലോചിച്ചിട്ട് സമയം പോകുന്ന. എനിക്ക് 6 മാസമായിട്ട് നിരന്തരം മെസ്സേജ് അയക്കുന്ന ഒരാളുണ്ട്, സാറേ പുതിയ ക്ലാസ് തുടങ്ങും, ഞാൻ വരാൻ പോവുകയാണ്, സാറേ പുതിയ ക്ലാസ് തുടങ്ങി ഞാൻ വരാം. അപ്പോൾ ഓക്കെ വന്നോളൂ. പക്ഷേ ഇതുവരെ ആൾക്ക് വരാൻ പറ്റിയില്ല. 2 പ്രാവശ്യം പേയ്മെൻറ്റ് തന്നിട്ട് പോലും വരാൻ പറ്റിയില്ല. ഓരോ കാര്യം കൊണ്ട് വരാൻ പറ്റുന്നില്ല. അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ സമയമായില്ല. ഇത് രണ്ടും കൂടി ഒത്തു വരണം, എങ്കിൽ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ ആശയ്ക്ക് അതിൻ്റെ എല്ലാ യൂണിവേഴ്സൽ എല്ലാ ദൈവത്തിൻ്റെ എല്ലാ ഇതുണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് കീപ് ഇറ്റ് അപ്പ്, കീപ് ഗോയിങ്. ഇപ്പോൾ പറഞ്ഞു ചോദിച്ചോ പറഞ്ഞുതരാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചോളൂ. ശ്രീജിത്ത് സാറേ ഉണ്ട്, അൺമ്യൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ പറഞ്ഞോളൂ, ടൈപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ തന്നെ ക്ലിയർ ആക്കി പറയാം. ഇല്ലെങ്കിൽ നമുക്ക് ഇന്ന് ക്ലോസ് ചെയ്ത് നാളെ കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾ മാക്സിമം മറ്റുള്ളവർക്ക് ഇത് അയച്ചു കൊടുക്കുക. ഫ്രീ ക്ലാസ് എല്ലാ ആൾക്കാർക്ക് ഗുണമുള്ളവർ വരട്ടെ.
നമ്മൾ നമ്മുടെ പോസ്റ്ററുകളൊക്കെ നിങ്ങളെല്ലാവരും സ്റ്റാറ്റസൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്കൊരു താല്പര്യം ഉണ്ടാവും. അവർക്ക് ഫ്രീ ആയിട്ട് വരാം കേൾക്കാം. ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഗുണം ചെയ്യുന്നുണ്ട് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ എന്തുമില്ല, ആർക്കും ഒന്നും ചേർക്കാനില്ലല്ലോ. അപ്പോൾ കൺക്ലൂഡ് ചെയ്യട്ടെ. ഓക്കെ ദെൻ, താങ്ക് യു ഓൾ, താങ്ക് യു വെരി മച്ച്, ബൈ, ഗുഡ് നൈറ്റ്. Thanks, sir. Good night.